ഞാൻ ഓർത്തു നമ്മൾ വെറും കൈയോടെ പോകേണ്ടി വരുമെന്ന് കേട്ടോ. നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ മീൻ. ഹായ്, ഐ ആം ബ്രിൻഡോ. അപ്പോൾ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഏട്ടൻ്റെ കൂടെ ഫിഷിങ്ങിന് പോവുകയാണ്. അപ്പോൾ റോക്ക് ഫിഷിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ റോക്ക് ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പരിപാടി എന്താണ്? നമ്മൾ മഴ കാണാം, ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതെ അല്ലേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ പാറയൊക്കെ തെന്നി കിടക്കുകയാണെങ്കിൽ ചില റിസ്ക് പിടിച്ച സ്ഥലമാണ്. അതെ അല്ലേ, മഴ ഒരു പ്രശ്നമാവുമല്ലേ അപ്പോൾ? ഇന്നിപ്പോൾ അവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് സൺസെറ്റ് 4:53 സൺസെറ്റ്. ഇപ്പോൾ സമയം 4 സമയത്തേ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഷ്ടേ നമുക്ക് കിട്ടുള്ളൂ സൺലൈറ്റ്. ഈ റോക്ക് ഫിഷിങ്ങിന് എന്താ വലിയ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്താണ് നോർമൽ ഫിഷിങ്ങിനെക്കാളും വ്യത്യാസം? വലിയ മീനുണ്ട്. അതെ അല്ലേ, സ്ഥിരം പോകുന്നതാണോ അങ്ങനെ? മിക്കവാറും അതെ അല്ലേ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫിഷിങ്. ഞാനിതുവരെ പപ്പയുടെ കൂടെ പണ്ട് ഈ തോട്ടിലും കണ്ടത്തിലൊക്കെ പോയി മീൻ പിടിച്ചതല്ലാണ്ട് വേറെങ്ങും പോയിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കണ്ടം കൃഷിയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തോടൊക്കെ അടഞ്ഞു പോകുമല്ലോ. അപ്പം പിന്നെ കുറേ നാളെ അങ്ങനെ പോയി. ചെറുപ്പത്തിൽ തീരെ ചെറിയ പ്രായത്തിൽ പോയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും റോക്ക് ഫിഷിങ്ങിൽ നല്ല ഫിഷ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ട് പോവാം. മഴ പ്രശ്നമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യും കേട്ടോ, നമ്മൾ ഫിഷിങ് ഒഴിവാക്കും. ഒരു 20 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട്. മഴ കൂടി വരുന്നുണ്ട്. ലേക്കിൻ്റെ സൈഡിലാണോ പോകുന്നത് അതെയോ നമ്മൾ കടലിൻ്റെ സൈഡിലാണല്ലേ? മഴയൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കൂടെ 1-2 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഹൈവേയുടെ സൈഡിലാണ്, നിങ്ങളുടെ സിഡ്നിക്ക് പോകുന്ന ഹൈവേയുടെ സൈഡിലാണ്. നമ്മളൊരു കുറച്ചും കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതേ ഇവിടെ നമുക്ക് ബീച്ചൊക്കെ കാണാം. സൺസെറ്റ് ആയിട്ടുണ്ട്. പാർക്കിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ $8 ഓരോ കാറിന് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെയുള്ള വണ്ടികളും എല്ലാം എത്തിയിട്ടുണ്ട്. മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ ആരും ഇല്ല കേട്ടോ. ഫുൾ എം ടി ആയിട്ട് കിടക്കുവാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ മാറിക്കുന്ന സമയത്ത് നമ്മുടെ ടെൻറ്റ് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പം മഴയ്ക്ക് മുമ്പ് ടെൻറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും നല്ല പണിയാവും. കാരണം തണുത്ത്, അതുപോലെ ഞാൻ ഗ്ലൗസ് എടുത്തിട്ടു, ജാക്കറ്റ് എടുത്തിട്ടു, ഭയങ്കര തണുപ്പാണ്. നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ടെൻ്റ് ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും മഴയങ്ങ് തുടങ്ങിയിട്ടുണ്ട്, കാറ്റും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫിഷിങ്ങിനായിട്ട് വന്നിട്ട് പുറത്ത് നല്ല കൊടും കാറ്റും പേമാരിയും കൂടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ കൂടി ഇങ്ങനെ നല്ല തണുപ്പും കൂടെയാണ് കേട്ടോ. നമ്മുടെ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിശക്കാൻ തുടങ്ങുന്നു, തണുക്കുന്നു, ഫിഷ് ചെയ്യണം, പരിപാടികളൊന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു അഡ്വഞ്ചർ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. മഴ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും എന്താ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. മഴയാണെങ്കിൽ ഇടയ്ക്കൊന്ന് മാറും, പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വീണ്ടും മഴയാണെങ്കിൽ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ബാറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോവുകയാണ്. മഴ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി മഴ പെയ്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോയിട്ട് വരാം. പുറത്തിറങ്ങുമ്പോഴത്തേക്കും തണുപ്പുണ്ട് കേട്ടോ. നല്ല റോക്ക് ഫിഷിങ് ഡേഞ്ചറാണ്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടാണ് പോവുക. അതുപോലെ ഡേഞ്ചറാണ്. റോക്ക് ഫിഷിങ്ങിന് മുമ്പ് റോക്ക് ഷൂ ഇട്ടിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ ബിനോയ് ചേട്ടാ? സ്പൈക്സ് മാതിരിയുണ്ട് റോക്കിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ഓക്കെ, മുള്ളു. ഓക്കെ, അത് മെറ്റലാണോ? അത് മെറ്റലാണ്. ഓക്കെ, പഴയ ഷൂസിൻ്റെ അതങ്ങനെ റോക്കിൽ ഓരോന്ന്. അതല്ലേ, ഓക്കെ. എനിക്കുള്ള പുതിയ ഇൻഫർമേഷൻ കേട്ടോ. റോക്ക് ഷൂ എന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ക്ലൈമ്പിംഗ് ഷൂ എന്ന് കേട്ടിട്ടുണ്ട്. ഈ റോക്ക് ഷൂ എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ അടിയിൽ ആ സ്പൈക്സൊക്കെ ബിനോയിച്ചൻ അതുപോലെ ഫിഷിങ്ങിന് പോകുന്ന ഒരാളും കൂടെയാണ് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് പോകുന്നത്. എല്ലാം സേഫാണ്. പോയിട്ട് വരാം. ചേട്ടാ, നമ്മുടെ ഈ സാധനങ്ങളൊന്ന് എന്താണെന്ന് പറഞ്ഞു തന്നെ. ഇത് നമ്മുടെ ഫിഷിംഗ് ബക്കറ്റാണ്. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. ഇത് ഫിഷിന് വേണ്ടിയുള്ള ബേളിയാണ്. ബേളി എന്ന് പറഞ്ഞാൽ ബെയ്റ്റ് അല്ല. ഈ ബേളി ബ്രെഡും
ഫിഷിന്റെ മിക്സ് ആണ്. നമ്മൾ പൊടിച്ചിട്ട് ആദ്യം വെള്ളത്തിൽ വിടാറാന്നറിട്ട് ഫിഷിനെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആകർഷിക്കുന്ന സാധനം. ഓക്കെ, ബെയ്റ്റ് ഫിഷിനെ ആകർഷിക്കും. ബെയ്റ്റ് ഫിഷിനെ എടുക്കാനായിട്ട് വലിയ ഫിഷ് വരും. ഓക്കെ, ആ വലിയ ഫിഷിന് നമ്മൾ വേറെ ബെയ്റ്റ് വെച്ചിട്ടുണ്ട് ടാർഗറ്റ്. ഓക്കെ, ഓക്കെ. പിന്നെ ഇതിനകത്ത് നൈഫ് ഉണ്ടാവും, യൂഷ്വലി ഒരു നൈഫ് ഉണ്ടാവും. പിന്നെ ഫിഷ് ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും താഴെ. ഓക്കെ, ഫിഷിനെ സ്ക്രൈപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ. ഭീകരമായിട്ടുള്ള ഒരു കടലിലോട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. വലിയ കേവാണ്, പിരിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് വെട്ടത്തില്ല, തിരമാലകളുടെ ഒരു പാറയിലൊന്ന് അടിച്ചിട്ട് വൈറ്റ് കടലിൽ ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ പോകാനായിട്ട് എല്ലാം റെഡിയാണ്. ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നപ്പോൾ അവിടെ മസാലയും എണ്ണയും കഞ്ഞിയൊക്കെ വെച്ച് റെഡി ആയിരിക്കും. ഞങ്ങളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് വന്നേക്കാന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റോക്ക് ഷൂ ഒക്കെ ഇട്ട് ലൈഫ് ജാക്കറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലാവരും മീൻ പിടിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അപകടം നടക്കുന്നതിന് മുമ്പ് ഒരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ല സ്ട്രോങ് കാറ്റ്, നല്ല തിരയുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറേ ദൂരമായിട്ടോ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിതുവരെ അങ്ങ് അടുത്തേക്ക് എത്തിയിട്ടില്ല. വലിയ കുഴിയാണല്ലോ അവിടെ. ഓക്കെ, നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ വലിയ കുഴിയാണ്. നല്ല സ്ട്രോങ് തിരക്കുന്നതിൻ്റെ അകത്തൊരു വെള്ളം അടിച്ച് പൊങ്ങുന്ന സ്ഥലമാണ്. കടലിൻ്റെ ഒരു സൗണ്ടോ ഭീകര സൗണ്ടാണ് കേട്ടോ. കടലിനോട് അടുത്ത് വന്നിരിക്കുകയാണ്. നല്ല സ്ട്രോങ് തിരമാലകളും വരുന്നുണ്ട്. അവിടെ കടിച്ച് പൊങ്ങിയതുണ്ടോ. എന്നെ കണ്ടിട്ട് അതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ എന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടാ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ വൈകിട്ട് നടക്കത്തില്ല. അതെ അല്ലേ. ഫിഷിങ്ങിന് വരുമ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നില്ല, ഞാൻ ഇവിടെ നിന്ന് വെച്ച് കുറച്ച് നേരം പിടിച്ചിട്ട് പോകുന്ന വിചാരിച്ചിട്ട് കാര്യമില്ല. കണ്ടീഷൻസ് ശരിയല്ലെങ്കിൽ എത്ര മസിൽ പിടിച്ച് ഇവിടെ നിന്നാലും ഒരു കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമേ. ഓക്കെ, മീനൊക്കെ തന്നെ അറിയാനും പറ്റത്തില്ല. ഇപ്പം അങ്ങോട്ട് ഫേവറബിൾ വിൻഡും അല്ല, കുറച്ച് ഫേവറബിൾ വിൻഡായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം, കാസ്റ്റ് ചെയ്യാം. വിൻഡും ഇല്ല, വേസും ശരിയല്ല. കടിച്ചിട്ട് മൊത്തം ഉപ്പിൻ്റെ രുചിയായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ്, നല്ല കാറ്റ്. വേവ് അതിനകത്ത് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് വലിയൊരു ശബ്ദം കേട്ടപ്പോൾ നോക്കിയതാണ്. ഈ വിടവിൻ്റെ അകത്തോടെ എന്ത് ഡെപ്താന്ന് നോക്കി. കടൽ കാണാവോ, വെള്ളം പോകുന്നേ. ഓ, ഭീകര അന്തരീക്ഷമാണ് കേട്ടോ. വരുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് വേവ് വരുമ്പോഴത്തേക്കും അടിച്ച് കയറുന്നുണ്ട് വെള്ളം പോകുന്നുണ്ടോ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറച്ചുകൂടെ കടലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അടുത്തൊരു പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. ഇത് പകലാണെങ്കിൽ കുറച്ചുകൂടെ ഭീകരത കുറഞ്ഞിരുന്നേനെ. ഇത് ഫസ്റ്റ് ഫിഷിങ്ങുമാണ്, അതും റോക്ക് ഫിഷിങ്. ഇരുട്ടും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭീകരതയുണ്ട്. വെള്ളം വരെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് വെച്ചിരിക്കുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചൂണ്ടയിടുമ്പോൾ നമ്മളിത് ചൂണ്ട എവിടെയാണെന്നുള്ളത് നമുക്ക് കാണണമല്ലോ. അതിന് നമ്മൾ ലൈറ്റ് അങ്ങനെ ഇട്ടിട്ടാണ് വിടുന്നത്. അതിൽ ലൈറ്റ് ഉണ്ടല്ലേ. അതെങ്ങനെ ഓൺ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യണം.
ഓക്കെ. എല്ലാം ഓപ്റ്റിക് ഫൈബേഴ്സാണ് ലൈറ്റ് ചെയ്തത്. അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ആ സാധനം അത് 2 എണ്ണയാണ് ഒരു 10 മിനിറ്റിനകത്ത്. മസ്റ്റ് ലുക്ക് ഫോർ ദാറ്റ്. ഇത് ബ്രേക്ക് ആയില്ലല്ലോ. ബ്രേക്ക് ആയോ? ഇല്ലില്ല, നല്ലോണം ബ്രേക്ക്. അത് ജസ്റ്റ് ഇങ്ങനെ ടക്ക് ടക്ക് ചെയ്തിട്ട് ബ്രേക്ക് ആയിട്ട് മഴയും വന്നു. നല്ല തിരമാല, അതിൻ്റെ കൂടെ ഇപ്പം മഴയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ബ്രേക്ക് ആയിട്ടുള്ള കളിയാണ്. അത് കടിച്ചോ അത്? ആ, അതിലെ ലൈറ്റ് തെളിയാൻ കാണാൻ പറ്റുമോ? അതിൻ്റെ ലൈറ്റ് ഇതാണോ ആ സാധനം ബ്രേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് അതേപോലെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ആയിരുന്നു. ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ. ആ, ഇപ്പം ലൈറ്റ് കാണാം. ഇതാണ് ലൈറ്റ്. So different. ഇപ്പം ലൈറ്റ് നമുക്ക് അത്ര ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഓർത്തു നമ്മൾ വെറും കൈയോടെ പോകേണ്ടി വരുമെന്ന് കേട്ടോ. നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സാധനം. ഇത്ര നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് വാവ്. വിനയ് ചേട്ടാ, അപ്പൊ കഞ്ഞിക്കുള്ള വകുപ്പായി. ഇനി വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം. ഒരു സമാധാനമായി. ടീത്ത് കണ്ടോ, ഇതിന്റെ വായിൽ കൈ അറിയാണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ച് ഭയങ്കരമായിട്ട് ചോര വരും. അതല്ലേ, ഓക്കെ. ഇല്ല, നാട്ടിൽ ഇതിനെന്താ പറയാ? ഇതൊരു പിരാനയുടെ കാറ്റഗറിയാണ്. നാട്ടിൽ കിട്ടുന്നതല്ല ഇത്. അതല്ലേ, പിരാനയുടെ ഒരു ഇതാണ് അവരുടെ. ഫിഷിങ് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി കേട്ടോ. ഒരെണ്ണം കിട്ടിയതുകൊണ്ട് ഇതിപ്പോ നമുക്ക് വറക്കാനുള്ള മീനായില്ലേ. അങ്ങനെ നമുക്കത് രണ്ടാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. കിരഞ്ചിന്റെ രണ്ടാമത്തെ മീൻ. അടിപൊളി. ഇത് സെയിം തന്നെയാണോ? ടൈലർ. ഫിഷിങ് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ മീൻ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടിയിൽ ഞണ്ട് വന്നിരിക്കണമെങ്കിൽ ഒമ്പോ ഞണ്ടിനെ അങ്ങനെ പിടിച്ച് കറിയേക്കൊണ്ട് വരുമോ? നിറച്ച് ഞണ്ടുകളുണ്ടോ? എത്ര എണ്ണം വന്നു നോക്കി. പെട്ടെന്ന് കിടക്കും, അപ്പോഴാണ് നല്ല മീനും മണം. ഇപ്പം നമ്മൾ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നിറച്ച് ഞണ്ടുകളാണ്. അവരിങ്ങനെ പട്ടിണി കിടക്കുമായിരുന്നു. അപ്പോൾ വിനോദ് ചേട്ടൻ മീനൊക്കെ ഇപ്പോൾ വെട്ടി വൃത്തിയാക്കി അവർക്കും കൂടെ ഉള്ള കൊടുത്തിട്ടേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അമ്മമാർ എവിടെയെങ്കിലും കയറി ഇറുക്കുമോ? അപ്പം നമ്മളങ്ങനെ ഫിഷിങ് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. ഇനി ഇവനെ കൊണ്ടു ചെന്നിട്ട് വേണം കഞ്ഞിയും കുട്ടിയും വറുത്തടിക്കാനായിട്ട്. വറുത്ത് വിറച്ച് ഒരു പരുവായിട്ട്. എന്നാലും ഈ മീൻ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.
ഇപ്പോൾ ബിനോയ് ചേട്ടൻ്റെ സ്പെഷ്യൽ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. കിരൺ ചേട്ടൻ ഇവിടെ ഫിഷ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. തിനിച്ചേട്ടൻ പാത്രം എടുക്കാനല്ലേ. ഇന്നത്തെ ഫിഷിങ് എന്തായാലും തകർപ്പനായിരുന്നു. അപ്പോൾ നമ്മുടെ കിരൺ ചേട്ടൻ നമ്മുടെ കയ്യിൽ കുറേ ചൂണ ക്യാൻഡ് ഫിഷ് ഉണ്ടായിരുന്നു, അതും മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ ഡിഷ് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ പിടിച്ച മീൻ നമ്മൾ വറക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓഹോ പോകുവാണല്ലോ അതിൻ്റെ അടിപൊളി. കിരൺ ചേട്ടൻ്റെ കുക്കിങ്ങും ബിനോയ് ചേട്ടൻ്റെ മസാലയും പിന്നെ മീൻ പിടുത്തവും എല്ലാം അടിപൊളി. ആവി പറക്കുന്ന നല്ല പെടപെടയ്ക്കുന്ന മീന്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ തണുപ്പത്ത് മഴയും നനഞ്ഞ് കടലിൽ പോയി റോക്ക് ഫിഷിങ് ചെയ്തിട്ട് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാണ്. അവിടെ ബിനോയ് ചേട്ടൻ്റെ മസാലയും കിരൺ ചേട്ടൻ്റെ കുക്കിങ്ങും. കുക്ക് ചെയ്ത അവസാനം കിരൺ ചേട്ടൻ്റെ അവസ്ഥയെന്ന് നോക്കി. കിരൺ സ്കൂട്ടായി അടുത്ത ചട്ടിയിലിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരണം. ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.